ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTCയിൽ വിവിധ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 3 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടക്കുന്നത്. ഇത് ചിലപ്പോൾ നീട്ടാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. cmtkerala.net എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് പറയുന്നില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി 18/11/2020 ആണ്. നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള നോട്ടിഫിക്കേഷൻ. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 4/11/2020 ആണ്. അവസാന തീയതി 18/11/2020. ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. www.cmtkerala.net എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾ അവരുടെ CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി, അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പി അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തസ്തികകളും അതുപോലെ അതിന് ക്വാളിഫിക്കേഷൻ നോക്കാം. മാനേജർ IT ഒരു വേക്കൻസിയാണുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി MCA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇതിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 40 വയസ്സാണ്. ഏകദേശം ശമ്പളം ലഭിക്കുന്നത് 50,000 രൂപ വരെയാണ്. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ IT 4 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് MCA അല്ലെങ്കിൽ BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് BSc ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ തത്തുല്യം. അതിൻ്റെ വർക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സാണ്. ശമ്പള സ്കെയില് പെർ മന്ത് 40,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അടുത്ത പോസ്റ്റ് മാനേജർ അക്കൗണ്ട്സ് 5 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ MCOM റെഗുലർ ഇൻ ഫിനാൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ CA ഇൻ്റർ അല്ലെങ്കിൽ ICWA ഇൻ്റർ. ഇതിനെല്ലാം വ്യത്യസ്തമായ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. വയസ്സ് പറഞ്ഞിരിക്കുന്നത് 40 വയസ്സ് വരെയാണ്. ശമ്പള സ്കെയില് 50,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ അക്കൗണ്ട്സ്. ഏജ് ലിമിറ്റ് 35 വയസ്സ്. ശമ്പളം 40,000 രൂപ വരെയാണ്. അടുത്ത മാനേജർ കൊമേഴ്സ്യൽ 5 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ MBA റെഗുലർ PGDM റെഗുലർ ഇൻ മാർക്കറ്റിംഗ് ഓർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. വയസ്സ് 40 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ശമ്പളം 50,000 പ്ലസ് ബിസിനസ് കമ്മീഷൻ. ഡെപ്യൂട്ടി മാനേജർ കൊമേഴ്സ്യൽ വയസ്സ് 35 വയസ്സ് വരെയാണ്. ശമ്പളം 40,000 പ്ലസ് ബിസിനസ് കമ്മീഷൻ. അടുത്ത പോസ്റ്റ് മാനേജർ HR 5 വേക്കൻസിയാണുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MBA റെഗുലർ ഓർ PGDM റെഗുലർ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. ശമ്പള സ്കെയില് 50,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി മാനേജർ ഏജ് ലിമിറ്റ് 35 ആണ്. ശമ്പളം 40,000 രൂപ വരെ പെർ മന്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റായി ലഭിക്കുന്നതിന് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്